നമസ്കാരം. അഞ്ചുനാടിനി ക്യാമറ കണ്ണുകളിൽ. മറയൂരിലും കാന്തല്ലൂരിലുമായി പോലീസ് 36 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ജനുവരി 2-ന് ഉദ്ഘാടനം നടക്കുമെന്ന് മറയൂർ SHO ഷാജഹാൻ M അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മറയൂർ പോലീസ് സ്റ്റേഷൻ SHO ആണ്. എൻ്റെ പേര് ഷാജഹാൻ എന്നാണ്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. ഞങ്ങൾ മറയൂർ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി സ്റ്റേഷൻ ലിമിറ്റിൽ ഏകദേശം 32ഓളം ക്യാമറകൾ സ്ഥാപിച്ചു വരിക. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നുകൊണ്ട് ഓൾമോസ്റ്റ് പൂർത്തിയാകും. 2-ാം തീയതി ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു സാർ അവറുകളുടെ IPS അവറുകളുടെ ഉദ്ഘാടനം 2-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായ മറയൂർ, അതുപോലെ ബാബുനഗർ, പള്ളനാട്, ഇവിടെ കോവിൽക്കടവ്, കാന്തല്ലൂർ, മാത്രമല്ല ഇവിടെ ആനക്കാൽപ്പട്ടി തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട 32 ക്യാമറകളാണ് 32 സ്ഥലങ്ങളിലായി ഞങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി പൊതുജനങ്ങളുടെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെയും ഒക്കെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഇത് നടപ്പിൽ വരുത്തുന്നത്. അതിൻ്റെ പ്രവർത്തനം പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 2-ാം തീയതിയാണ് അതിൻ്റെ ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മോഷണം ഒക്കെ ഇതിനു മുന്നേയും വളരെയധികം വ്യാപകമായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ CCTV ക്യാമറകൾ നമ്മൾ 24 മണിക്കൂറും സ്റ്റേഷനിലേക്ക് നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്നതിന് സ്റ്റേഷനിൽ തന്നെ അതിൻ്റെ ബാക്കപ്പ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂർ നമുക്ക് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അത് നിരീക്ഷിക്കുകയും ഉടനെ തന്നെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് എത്തുവാനും അവിടുത്തെ വിഷ്വൽസ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. അതാണ് പ്രധാനമായിട്ട് ഉള്ള ഉദ്ദേശം. അതുപോലെ മോഷണങ്ങൾ, മറ്റ് നിയമലംഘനങ്ങൾ, അതുപോലെ വേസ്റ്റ്, മാലിന്യ നിക്ഷേപം തുടങ്ങിയ നമ്മുടെ സമൂഹത്തിൽ പൊതുജനങ്ങൾക്ക് വളരെ ദോഷകരമായിട്ടുള്ള ഒഫൻസുകൾ, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും പൊതുജനങ്ങൾക്ക് ഒരു സമാധാനവും അല്ലെങ്കിൽ അവരുടെ സുരക്ഷയും മുൻനിർത്തിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഇപ്പോൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നത്. അപ്പോൾ അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും വളരെ അകമഴിഞ്ഞ സഹായ സഹകരണം ഈ പ്രോജക്റ്റിന് ഉണ്ട്. ഏകദേശം 10 ലക്ഷം രൂപ കൂടുതൽ എസ്റ്റിമേറ്റ് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഈ നടപ്പിൽ വരുത്തുന്നത്. അടുത്ത 2-ാം ഘട്ടത്തിൽ സെക്കൻഡ് ഫേസിൽ നമ്മൾ വീണ്ടും ഒരു 16-ൽ കൂടുതൽ ക്യാമറകൾ വീണ്ടും സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഫസ്റ്റ് ഘട്ടത്തിൽ നടക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളെ മറ്റ് പ്രശ്നബാധിത പ്രദേശങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡ് ഫേസിൽ വീണ്ടും നമ്മളൊരു 16ഓളം ക്യാമറകൾ കൂടി നമ്മുടെ നിരീക്ഷണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിലവിൽ കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അതും ഏകദേശം ഒരു 12ഓളം ക്യാമറകളുണ്ട്. അതിൻ്റെ കൂടി സർവൈലൻസ് നമുക്ക് സ്റ്റേഷനിൽ ലഭ്യമാക്കുവാൻ വേണ്ട നടപടികളും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവെ നമ്മുടെ ജനങ്ങൾക്ക്, ഈ മേഖലയിലെ ജനങ്ങൾക്കും അതുപോലെ സഞ്ചാരികൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത, ഏറ്റവും വലിയ സവിശേഷത. ആയതിനാൽ നമുക്കത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ്. അതിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വളരെയധികം നല്ലൊരു വരവേൽപ്പാണ് അല്ലെങ്കിൽ ഒരു സഹകരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അവർ പറയുന്ന പ്രത്യേക മേഖലകളിൽ കൂടി CCTV സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പല എൻക്വയറികളും വരുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ അതുകൂടി പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. ഇത് നമ്മുടെ നാടിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത് നമ്മൾ തുടർന്നും അത്തരം പ്രവർത്തികൾ ചെയ്യുന്നതാണ്. നിയമലംഘനങ്ങൾ പരമാവധി പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഹെൽമറ്റ് ധരിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തെ അതുകൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്.
പുതുവത്സര ആഘോഷം വളരെ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പുതുവത്സര ആഘോഷങ്ങൾ അത് അതിര് കടക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കുമുണ്ട്. നല്ല രീതിയിൽ ആഘോഷിക്കുക, അമിതമായി മദ്യപിച്ച് വാഹനം ഓടിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായ നടപടി തന്നെ അതിൽ ഉണ്ടാകും. അതുകൊണ്ട് സ്വന്തം ജീവൻ രക്ഷിക്കുക, അല്ലെങ്കിൽ സ്വയം മറ്റു കുറ്റകൃത്യങ്ങളിൽ പെടാതിരിക്കുക എന്നുള്ളത് ഓരോ പൗരന്മാരും അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നിയമലംഘനങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നതാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ 32 ക്യാമറകളാണ് ആദ്യഘട്ടത്തിൽ സ്ഥാപിക്കുന്നത്. അതിൽ 4 ക്യാമറകൾ ANPR ക്യാമറയാണ്. ANPR ക്യാമറ എന്ന് പറയുമ്പോൾ അതിൻ്റെ സവിശേഷത പിന്നെ നമ്പർ പ്ലേറ്റ് ഡിറ്റക്റ്റിംഗ് ക്യാമറകളാണ്. വാഹനത്തിൻ്റെ നമ്പർ ഏത് പാതിരാത്രിയിലായാലും നമുക്കത് വളരെ വ്യക്തതയോടുകൂടി കിട്ടത്തക്ക രീതിയിലുള്ള ക്യാമറ. അത് നമ്മുടെ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ അത് 2 വീതം ക്യാമറകൾ, പള്ളനാട് ഭാഗത്ത് 2 ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരിമുട്ടി ഭാഗത്ത്, കോവിൽക്കടവ് ഭാഗത്ത് ഇവിടെ ANPR ക്യാമറയുടെ നിരീക്ഷണത്തിൽ വരും. അത് നമുക്ക് നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെയുള്ള വാഹനത്തിൻ്റെ രേഖകൾ കിട്ടത്തക്ക വിധമാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ മറയൂർ ജംഗ്ഷൻ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കേന്ദ്രമാക്കി 5 ക്യാമറ അവിടെ സ്ഥാപിക്കുന്നുണ്ട്. ബാബുനഗർ ജംഗ്ഷനിൽ 4 ക്യാമറകൾ വരുന്നുണ്ട്. പിന്നെ കോവിൽക്കടവ് 5ഓളം ക്യാമറകൾ കോവിൽക്കടവ്. പിന്നെ ബാക്കി ഓരോ പോയിന്റുകളിലും പ്രധാനപ്പെട്ട എൻട്രി എക്സിറ്റ് പോയിന്റുകളിലൊക്കെ ക്യാമറ വരുന്നുണ്ട്. ഒരു മോഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ഒഫൻസ് നടത്തി ഒരു കുറ്റവാളിക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ക്യാമറയിൽ പെടാതെ അയാൾക്ക് ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല. അത്തരത്തിലാണ് നമ്മൾ ഈ ക്യാമറകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ സർവേലൻസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ട സപ്പോർട്ട്, ബാക്ക് സപ്പോർട്ട്, അതായത് അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ, ഫൈബർ കണക്ഷൻ നമ്മുടെ കേരള വിഷൻ, മറയൂർ കാന്തല്ലൂർ കേരള വിഷൻ്റെ സപ്പോർട്ട് കൂടിയാണ് അതിലേക്ക് ഫൈബർ കൊണ്ടുവന്നിട്ടുള്ളതും. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് സപ്പോർട്ട് അതാത് പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വീടുകളിൽ നിന്നോ ഒക്കെയാണ് പവർ സപ്ലൈ എടുത്തിട്ടുള്ളത്. പവർ സപ്ലൈ ഇൻവെർട്ടർ ഉള്ള മിക്കവാറും സ്ഥലങ്ങളിൽ തന്നെ ഇൻവെർട്ടർ ഉള്ള ബാക്കപ്പോട് കൂടിയ കറണ്ടാണ്, പവർ സപ്ലൈ ആണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കറണ്ട് ഇല്ലാത്ത സമയങ്ങളിലും ഈ ക്യാമറ പ്രവർത്തിക്കത്തക്ക രീതിയിലാണ് അത് സജ്ജമാക്കിയിട്ടുള്ളത്. മറയൂർ കാന്തല്ലൂർ കേരള വിഷൻ്റെ അവരുടെ സപ്പോർട്ടോട് കൂടിയാണ്. അവർ വളരെയധികം നല്ലൊരു സപ്പോർട്ടാണ്, പ്രവർത്തനമാണ് ഇതിനു വേണ്ടിയിട്ട്, ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അത് നമുക്ക് സ്റ്റേഷനിലിരുന്നു കൊണ്ട് തന്നെ ഈ ക്യാമറകളെല്ലാം വീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലും സ്റ്റേഷനിലാണ് അതിൻ്റെ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ അതും ഈ ക്യാമറ സർവൈലൻസ് ചെയ്യുന്നതാണ്. അതിലും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. മറയൂർ വിഷനിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.